മണിയൻ. എന്നെ പരിചയമുണ്ടോ? ചേട്ടനെ പരിചയമില്ലാന്നോ? ചേട്ടനല്ലേ മനുഷ്യന്മാരുടെ ചോരയൊക്കെ ഊറ്റി കുടിച്ച് രോഗങ്ങൾ വരുത്തുന്നത്. ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷമൊക്കെ ഉണ്ട്. അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് കുറെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിക്കൻ ഗുനിയ, മലേറിയ, മന്ത്, ഡെങ്കിപ്പനി. പക്ഷെ അത് ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? അല്ല, ചേട്ടന് എവിടെയാ താമസം? നിനക്കറിയില്ല എന്റെ വീട്? ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഈ അഴുക്കുചാലില്ലേ, ആ അഴുക്കുചാലിന്റെ തൊട്ടടുത്ത് കുറെ അഴുക്കും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന വീടുണ്ട്. ആ വീട്ടിലാണ് എന്റെ എല്ലാ ഫാമിലി ഉള്ളത്. ഞങ്ങള് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്ക് ഇങ്ങനെ ജീവിക്കും. അവിടെ എനിക്കും പിള്ളേർക്കും താമസിക്കാനുള്ള സ്ഥലം കിട്ടും. ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിറച്ച് വൃത്തിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഞാനും പിള്ളേരും കുറച്ച് നാളുകൊണ്ട് തന്നെ ചത്തുപോകും. അപ്പൊ ഇതിൽ നിന്ന് മക്കൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? നമ്മുടെ കൊതുകായി കഴിഞ്ഞാലും നമ്മുടെ ഈച്ച ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ എലി ആയി കഴിഞ്ഞാലും ഇവരെല്ലാവരും നമ്മുടെ ഈ ഒരു ചുറ്റുപാട് കൂടുതലായിട്ട് ഇരിക്കുന്നത് നല്ലതാണോ? അല്ല, ഇവന്മാരൊക്കെ വില്ലന്മാരാണ് അല്ലെ. കാരണം ഈ പറയുന്ന ജീവികളെല്ലാം കുറേ രോഗങ്ങൾ പരത്തുന്നുണ്ട്, കുറേ ഡിസീസസ് പരത്തുന്നുണ്ട്. അപ്പൊ ഈ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഇവരുടെ എണ്ണം നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഇവന്മാരെല്ലാം വളരുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണോ അതോ തീരെ വൃത്തിയില്ലാത്ത സ്ഥലത്താണോ? നമുക്കറിയാം, തീരെ വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ഈ പറയുന്ന നമ്മുടെ മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, റാറ്റ്സ് എല്ലാം കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വീട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. അതുകൂടാതെ തന്നെ വീട് മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന കാര്യം, വ്യക്തി ശുചിത്വം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ തന്നെ നമ്മുടെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള വില്ലന്മാരെ നമുക്ക് തുരത്തി ഓടിക്കാനും പറ്റും, നമുക്ക് അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. സോ നമ്മുടെ പവർ ഓഫ് ക്ലെൻലിനെസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പേഴ്സണൽ ഹൈജീനും അതുകൂടാതെ തന്നെ എന്തൊക്കെയാണ് ഈ വില്ലന്മാരെ തുരത്തി ഓടിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് എക്സാമിന് ചോദിക്കും. സോ ഈ ഒരു ചാപ്റ്റർ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ ചാനലിൽ ഇതിന്റെ ലൈവ് ക്ലാസ് ഒക്കെ പോയിട്ടുണ്ട്. കാണാൻ മറന്നിട്ടുള്ള മക്കൾ എല്ലാവരും, മിസ് ചെയ്തിട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു ലൈവ് ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതില് എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൊതുകിനെയാണോ അതോ നമ്മുടെ എലിക്കുട്ടിനെയാണോ എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം.